ആദ്യ അപ്ഡേറ്റ് നമ്മുടെ ഓണം പ്രമാണിച്ച് തിയേറ്റർ റിലീസിന് വരുന്ന 2 സിനിമകളാണ്. ഒന്ന് നമ്മുടെ അയാം ഗെയിമും പിന്നെ ഒന്ന് ഖലീഫ എന്ന് പറഞ്ഞ സിനിമ. ഒന്ന് ദുൽഖർ സിനിമയാണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ പൃഥ്വിരാജ് സിനിമയാണ്. എന്തായാലും നിഹാസ് ഹിദായത്തും വൈശാഖുമായിട്ടുള്ള ഒരു അടിപൊളി പോസ്റ്റ് തന്നെയാണ് നമ്മുടെ എഡിറ്ററായ ചെമ്മൻ ചാക്കോ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും 2 സിനിമയുടെ എഡിറ്റർ ചെമ്മൻ ചാക്കോ തന്നെയാണ്. എന്തായാലും 2 സിനിമയ്ക്കും കിടിലൻ എഡിറ്റിംഗ് തന്നെ കൊടുക്കട്ടെ. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഈ വരുന്ന ഖലീഫ സിനിമയ്ക്കും അയാം ഗെയിം സിനിമയ്ക്കായിട്ടും. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ തമിഴ് സിനിമയാണ്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് നിന്ന് മിനിഞ്ഞാന്ന് ഇന്നലെയായിട്ട് 2 പോസ്റ്റേഴ്സ് ആണ് പുറത്തിറങ്ങിയത്. ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് അങ്ങനെയായിട്ട്. നമ്മുടെ അർജുൻ ദാസ്, സാൻഡി എന്നിവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ. മ്യൂസിക് നമ്മുടെ ഹിഷം അബ്ദുൽ വഹീബാണ്. ഡയറക്ഷൻ വിഘ്നേഷ് വേണുഗോപാലാണ്. ഡെബ്യൂട്ട് ആയ ഒരു സംവിധായകനാണ്. എന്തായാലും ഈ വർഷമാണ് പടം റിലീസ്. എന്തായാലും ജൂലൈ അല്ല എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. സിനിമ ഓഗസ്റ്റ് മാസം വരുമെന്ന് കേൾക്കുന്നുണ്ട്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് സി യു എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമേന്റെയാണ്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. പ്രണയ സിനിമ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. കിഷൻ ദാസ് അതുപോലെ തന്നെ സഞ്ജന എന്നിവരാണ് പടത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ജനീമാണ് സിനിമയിലെ മ്യൂസിക്. ഡയറക്ഷൻ സന്തോഷ് ആണ് ചെയ്യുന്നത്. എന്തായാലും പടം ഉടൻ തിയേറ്റർ റിലീസാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആയിട്ട് സിനിമേന്റെ തിയേറ്റർ റിലീസ് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് ധനുഷിന്റെ ഏറ്റവും പുതിയ സിനിമേന്റെ തന്നെയാണ്. സിനിമേന്റെ ഭാഗത്ത് നിന്ന് ഒരു അടിപൊളി ഫസ്റ്റ് ലുക്ക് ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ധനുഷ് കെ രാജ് അതുപോലെ തന്നെ നമ്മുടെ വെട്രിമാരൻ കോംബോ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മൾ വെട്രിമാരൻ അരസൻ സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് നിലവിൽ, അതിന്റെ തിരക്കിലാണ്. പിന്നെ ധനുഷ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെതായ പുതിയ സിനിമ D55 സിനിമേന്റെ പാച്ച് വർക്ക് ഷൂട്ടിങ്ങിന്റെ ഭാഗത്തിലാണ്. എന്തായാലും പടത്തിലെ മ്യൂസിക് നമ്മുടെ ഇസയായ നമ്മുടെ സായി അഭ്യങ്കറാണ് ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. തമിഴ് മുരുകൻ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് വെട്രിമാരൻ ധനുഷ് സിനിമയ്ക്കായിട്ട്. നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമേന്റെ ഭാഗത്ത് പുതിയ പോസ്റ്റേഴ്സ് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നിലവില് നമ്മുടെ തിയേറ്ററുകളിലായിട്ടും അതുപോലെ തന്നെ മറ്റിടങ്ങളിലുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പുതിയ പോസ്റ്റർ. ഓണം പ്രമാണിച്ചാണ് പടം തിയേറ്റർ റിലീസ്. ഒരു റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ സിനിമയായിട്ട് നിവിൻ പോളി വരാൻ പോകുന്നു. അമിതാഭ് ബൈജു കോംബോയില് ഗിരീഷ് ഷേഡിയാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഓണം പ്രമാണിച്ച് ക്ലാഷിൽ നമ്മുടെ നിവിൻ പോളി സിനിമയും വരുന്നുണ്ട് മക്കളെ, നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ സിറി എന്ന സിനിമേന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയാണ്. നമ്മുടെ ദുൽഖർ സൽമാന്റെ 41ാമത്തെ സിനിമേന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ദുൽഖർ സൽമാൻ പൂജ ഹെജിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കുട്ടിക്കാലം പോലെ ഒരു സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ ഒരു കോളേജ് ലൈഫ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആയിട്ട്. മ്യൂസിക് നമ്മുടെ GV പ്രകാശാണ്. ഡയറക്ഷൻ രവിയാണ് ചെയ്യാൻ പോകുന്നത്. ഷൂട്ടിംഗ് നിലവിൽ കംപ്ലീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.